ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പം സമയം എത്രയെന്നറിയോ? നോക്കൂ, 3:08. എണീറ്റു, ഫ്രഷായി. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ പോയി യോഗ ചെയ്തിട്ട് വരാം. ബൈ ബൈ. ഈ രാവിലെ എണീക്കുക, യോഗ ചെയ്യുക, പഠിക്കുക എന്നൊക്കെ ഉള്ളത് എനിക്ക് വലിയ ടാസ്ക്കുള്ള പരിപാടിയല്ല. പക്ഷേ ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ടാസ്ക്കുള്ള പരിപാടിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എൻ്റെ രാവിലത്തെ റുട്ടീൻസ് എല്ലാം ഭയങ്കര ഷെഡ്യൂൾഡ് ആയിരിക്കും. ഇത്ര സമയത്ത് ഇത് തീർക്കണം, ഇത് ഇത്ര സമയത്തിനുള്ളിൽ യോഗ തീർക്കണം, മെഡിറ്റേഷൻ തീർക്കണം, 5 മിനിറ്റ് കൊണ്ട് ഫ്രഷ് ആവണം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഷെഡ്യൂൾ ഇത് വെക്കുന്നത്. പക്ഷേ ഈ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആംഗിൾ കറക്റ്റ് വെക്കണം, വീഡിയോ ഷൂട്ട് ചെയ്യണം, അതിൽ എന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് കൂടുതൽ സമയം കുറച്ചും കൂടെ നേരത്തെ എണീറ്റൊക്കെ വേണം ഞാൻ ഈ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ തലേ ദിവസമേ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടന്നിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാടുപെട്ടു. കാരണം എനിക്ക് പഠിക്കണം, എൻ്റെ ജോലികൾ തീർക്കണം, അതിൻ്റെ ഒപ്പം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം, കുറച്ച് ടാസ്ക് ആയിരുന്നു. അതൊക്കെ പോട്ടെ. അങ്ങനെ യോഗ കഴിഞ്ഞിട്ട് ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കും. ഈ സ്റ്റഡി വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അതിനെപ്പറ്റി വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അറൗണ്ട് ഒരു 3:30 ആയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ വട്ടം ഞാൻ എന്താണോ മടക്കി വെച്ചത് ആ സാധനം കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ എടുത്താലും ആ സാധനം റിവൈസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ പുതിയ ടോപ്പിക്ക് എടുക്കത്തുള്ളൂ. റിവിഷൻ ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് റിവൈസ് ചെയ്യാനുള്ളതെന്ന്. എൻ്റെ ആക്റ്റീവ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. ഞാൻ ക്രോണോടൈപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ക്രോണോടൈപ്പ് ലയൺ ക്രോണോടൈപ്പാണ്. സോ എൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നതേ മോർണിംഗ് ആണ്. സോ എൻ്റെ മോർണിംഗ് ഞാൻ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ നോക്കാറുണ്ട്. എനിക്ക് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ഞാൻ ഓഫ് ആവും. സോ അതുകൊണ്ട് എൻ്റെ മോർണിംഗിലാണ് എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും റിവിഷനും കൂടുതൽ എഫോർട്ട് ഇട്ട് പഠിക്കുന്നത് ഈ മോർണിംഗ് പീരീഡിലായിരിക്കും. ക്രോണോടൈപ്പ് വീഡിയോ മിസ് ചെയ്തവർ ആ വീഡിയോ ഇപ്പോൾ എന്തായാലും കാണാൻ. നിങ്ങൾ ക്രോണോടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോയും കണ്ടു നോക്കുക കേട്ടോ. ഇനി മോസ്റ്റ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇരുട്ട് മാറിയിട്ട് വെളിച്ചം വരുന്നത്. അത് ഈ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേ കണക്കാണ് നേരിട്ട് കാണാനും. നമ്മൾ കുറേ നേരം പഠിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വെളുത്ത് വരുന്നതായിട്ട് കാണും. ഭയങ്കര ഒരു എനർജി മോട്ടിവേഷനുമാണ്. അങ്ങനെ രാവിലെ ഒരു 3 മണിക്കൂർ കവറായി. പക്ഷേ ഇതിൽ ഞാൻ 2:30 മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ മോർണിംഗ് സെക്ഷൻ ഒരുവിധം ഒതുങ്ങി. പിന്നെ ഞാൻ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറ്റി, സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. ഇനി ഞാൻ വിചാരിക്കുന്നു ഒരു സെക്ഷനും കൂടെ തീർക്കണം. പിന്നെ എനിക്ക് വേറെ കുറേ അല്ലറ പണികളുണ്ട്. അതും കൂടെ തീർത്തിട്ട് ഫുഡും കഴിച്ചിട്ട് ഒരു സെക്ഷനും കൂടെ വന്നിരിക്കാം. പിന്നെ അച്ചുകുട്ടീനെ പറഞ്ഞു വരണം. അതാണ് അടുത്ത ഡ്യൂട്ടി, മെയിൻ ഡ്യൂട്ടി അതാണ്. അതിനെ ഒരുക്കി വരണം. സത്യത്തിൽ ഈ സമയത്ത് ഞാൻ പഠിക്കാറില്ല. കാരണം 6:30 എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ 9 മണിക്കേ ഇരിക്കാറുള്ളൂ. പക്ഷേ നമുക്കിത് 10 മണിക്കൂർ കംപ്ലീറ്റ് ആക്കണം. പിന്നെ എൻ്റെ 2 ലിറ്റർ അണ്ടാവിലൊക്കെ ഞാൻ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. കാരണം കൂടെ വെള്ളം കുടിക്കാൻ എണീറ്റ് പോകണ്ടല്ലോ. പിന്നെ ഇപ്പം നടക്കുന്നത് ഒരു റിവിഷനാണ്. ഞാൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളും പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ടഫ് ടോപ്പിക്കുകളും പിന്നെ ഡൗട്ടുകളൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് ചേട്ടൻ വരുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്ത് പിന്നെ അത് പഠിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ 5 മിനിറ്റ് ഞാൻ ബ്രേക്കൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ലാതെ പോകും. ആദ്യമൊക്കെ 10 മിനിറ്റ് ഇരിക്കുമ്പോഴേ ഉറക്കം വരുമായിരുന്നു. പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല, കുറേ നേരമൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ. പണ്ട് ഞാൻ 1 മണിക്കൂറൊക്കെ പഠിക്കാൻ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനാണിപ്പോൾ 10 മണിക്കൂറൊക്കെ പഠിക്കണേന്ന് ആലോചിക്കുമ്പോൾ ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അങ്ങനെ സക്സസ്ഫുള്ളി ഒരു 1.5 മണിക്കൂറും കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയി മുടിയൊക്കെ കെട്ടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടുവന്നു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് ഓട്സ് ആയിരുന്നു. ഈ 10 മണിക്കൂറൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന ദിവസം ഞാൻ ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് വെക്കും. കാരണം പെട്ടെന്ന് തിന്നാൻ എളുപ്പം അതാണല്ലോ. മാത്രമല്ല ഇത് നല്ല ഫില്ലിംഗ് ആണ്. കുറേ നേരം നമുക്ക് വിശക്കാതിരിക്കും. പഠിക്കുന്ന സമയത്തിൽ ഇടയ്ക്കിടയ്ക്കുള്ള വിശപ്പ് അങ്ങ് മാറി കിട്ടും. എനർജറ്റിക് ആണ്. കൂടുതൽ നമ്മളിട്ട് ഉറക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത് കഴിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കൂടെ റിവൈസ് ചെയ്യാൻ നോക്കും. അപ്പം പഠിച്ച സാധനങ്ങൾ എന്താ റിവൈസ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചേക്കുന്ന വീഡിയോസ് എന്തെങ്കിലും കാണാൻ നോക്കും, പോഡ്കാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ്ഫുൾ ആക്കാൻ നോക്കും. പക്ഷേ ഇത് നല്ലൊരു ശീലമല്ല. മൾട്ടി ടാസ്കിങ്, അതായത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോണിൽ നോക്കുന്നത്, TV കാണുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. പക്ഷെ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട് ഈ പരിപാടി. പിന്നെ ഞാൻ എൻ്റെ മെഡിസിൻസ് എടുത്തു. ഇത് കഴിഞ്ഞാൽ ഒരു തളർച്ച നിർബന്ധ. അതുകൊണ്ട് ഞാൻ റെസ്റ്റിംഗ് പീരീഡ് മാത്രമേ ടാബ്ലറ്റ്സ് കഴിക്കൂ രാവിലെ ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ ചേട്ടന് പറഞ്ഞു വിട്ട ശേഷമാണ് എൻ്റെ അടുത്ത ഒരു സെക്ഷൻ തുടങ്ങുന്നത്. അതൊരു 9-9:15 ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. ടൈം ഞാൻ നോക്കിയില്ലായിരുന്നു. ഈ സമയത്ത് അത്യാവശ്യം എനർജിയൊക്കെ കാണാറുണ്ട്. അത്രയ്ക്കങ്ങ് ചോർന്നു പോകാറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് തന്നെ ഈ സമയത്ത് ഞാൻ എടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അടുപ്പിച്ച് 1 മാസത്തിന് ശേഷമാണ് ഞാൻ ഇപ്പൊ പഠിക്കാൻ വന്നിരിക്കുന്നത്. സോ ഇന്ന് ഞാൻ 10 മണിക്കൂർ പഠിക്കണമെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ 5-3 ഒക്കെ കവർ ചെയ്തിട്ടിരിക്കണം. അല്ലെങ്കിൽ ഇന്ന് അതിനെ കൊണ്ട് 10 മണിക്കൂർ പഠിക്കാൻ പറ്റത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് മറിക്കത്തില്ല.
അതിനുശേഷം ഈ ബ്രേക്ക് സമയത്ത് ഞാൻ ഫോൺ ഉപയോഗിക്കാറേ ഇല്ല. പ്രത്യേകിച്ച് 10 മണിക്കൂർ ഷെഡ്യൂളൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ദിവസം, പഠിക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ജോലികൾ ഞാൻ ഇങ്ങനെ ചെയ്ത് തീർക്കും. അപ്പം ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം എന്തൊക്കെ ജോലി എനിക്ക് തീർക്കാണ്ടെന്നും ഞാൻ എഴുതി വെക്കും. അങ്ങനെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് എൻ്റെ റൂം ക്ലീനിങ് ആണ്. ഞാൻ എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയങ്ങളിലൊന്നും ഞാൻ ഈ ജോലി ചെയ്യാൻ പോകാറില്ല. ആ സമയത്ത് ഞാൻ ഇരുന്ന് പഠിക്കാറേ ഉള്ളൂ. ഞാൻ ബോറടിക്കുമ്പോൾ മാത്രം ഇതൊക്കെ ചെയ്യാൻ പോകും. അങ്ങനെ നമ്മൾ റൂം ക്ലീൻ ആക്കി. അതിനുശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഞങ്ങളെ വീടെന്ന് പറയുന്നത് റോഡ് സൈഡിലാണ്. അപ്പോൾ ഒരുപാട് വണ്ടികൾ വരും, ആൾക്കാർ വരും, സംസാരിക്കും. അപ്പം നമുക്ക് ഡിസ്റ്റർബൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹെഡ്സെറ്റ് എടുത്ത് ചെവി വെച്ചിട്ട് സ്റ്റഡി മ്യൂസിക് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ പവർ തരുന്ന ഒരു മ്യൂസിക് ഉണ്ട്. ഇത് ഓണാക്കി വെക്കും. ഈ സമയത്ത് നമുക്ക് എന്താണ് പുറമേ നിന്നുള്ള സൗണ്ടും കേൾക്കത്തില്ല. നമ്മൾ ബ്രെയിനിൽ നമ്മളെന്തോ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് പോകും. ദയവ് ചെയ്ത് ഈ പാട്ടൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങരുത്. ഈ രാത്രിയൊക്കെ പഠിക്കാനിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ വീട്ടിലെ അമ്മമാരൊക്കെ സീരിയൽ കാണണമെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി, ബെറ്റർ ആയിരിക്കും. സത്യത്തിൽ ഈ ഒരു ടൈം കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് ടൈമിലാണ് ഞാൻ കുറച്ചൊന്ന് ആക്റ്റീവ് ആവണം. ഈ സമയത്തൊക്കെ വിളിച്ചാലേ ചിലപ്പോൾ ഞാൻ ഫോൺ എടുക്കുള്ളൂ, മെസ്സേജിന് റിപ്ലൈ ഒക്കെ തരാറുള്ളൂ. ഈ സമയത്തൊക്കെ ഫോണിൽ കളിക്കാനുള്ള ഒരു മൂഡിലായിരിക്കും. സോ ഈ ഒരു സമയം ഞാൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ മൂവി ക്ലിപ്സ് കാണുമെന്നാണ്. മൂവി കംപ്ലീറ്റ് ആയിട്ട് കാണത്തില്ല, മൂവി ക്ലിപ്സ് കാണും. ഇപ്പം ഞാൻ കാണുന്നത് ദങ്കൽ എന്ന് പറയുന്ന മറ്റേ റെസ്ലിംഗിന്റെ മൂവിയാണ്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എണീറ്റ് പോയിരുന്ന് പഠിക്കണം. സോ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു സമയത്ത് കാണുന്ന സിനിമയും മോട്ടിവേഷൻ പരമായിട്ടുള്ള സിനിമയൊക്കെ കാണാൻ നോക്കും. കൂടുതൽ കണ്ടിട്ടുള്ള മറ്റേ ഹൗ ഓൾഡ് ആർ യു, 12th ഫെയിലൊക്കെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഒന്ന് ഓഫായിരിക്കുമ്പോൾ ഞാൻ അപ്പം 12th ഫെയിൽ ഇരുന്ന് കാണും. കാരണം അപ്പോഴേ എനിക്ക് തോന്നും നമ്മൾ ഈ പഠിക്കണ 10 മണിക്കൂറൊന്നും ഒന്നും അല്ല എന്ന് തോന്നും. 12th ഫെയിൽ എനിക്ക് പീക്ക് ലെവൽ മോട്ടിവേഷനാണ്. സോ ആരെങ്കിലും ആ 12th ഫെയിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി 12th ഫെയിൽ കാണണം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ 12th ഫെയിൽ കാണാം, പീക്ക് ലെവൽ മോട്ടിവേഷൻ ആയിരിക്കും. അതിനുശേഷം ഞാൻ വീണ്ടും മോട്ടിവേഷനൊക്കെ കയറി ഗുസ്തി കണ്ട് മോട്ടിവേഷൻ കയറിയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി നെക്സ്റ്റ് സെക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഈ സമയത്ത് ഞാൻ കുറച്ചൊന്ന് അണഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്സ് കൂടുതൽ ചെയ്ത് പഠിക്കാനുള്ള കണക്കും PYQൻ്റെ മാത്സ് ഒക്കെയാണ് കൂടുതൽ ചെയ്തത്. അപ്പം ബ്രെയിൻ കൂടുതൽ വർക്ക് ആവുമല്ലോ, ഒക്കെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ് മാത്രം കേട്ടുകൊണ്ടിരിക്കുക ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ കുറച്ച് മുന്തിരിയാണ് എടുത്തത്. നല്ല ഫ്രഷ് മുന്തിരിയായിരുന്നു. ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് മാക്സിമം ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കും. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ബോഡി കൂടുതൽ എനർജി എടുക്കുന്നത് ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഈ കഴിച്ച ജങ്ക് ഫുഡ്സിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഞാൻ ഹെൽത്തി ഫുഡ്സ് ആണ് കഴിക്കണമെങ്കിൽ അതെനിക്ക് ത്രൂ ഔട്ട് എനർജി തരും. കുറേ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും. സത്യത്തിൽ നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളെ ലൈഫ് സ്റ്റൈലും കൂടിയാണ്. അത് നമ്മളുടെ പ്രശ്നം കണ്ടുപിടിക്കണം. നമ്മളെ പ്രശ്നം കണ്ടുപിടിച്ച ശേഷം അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ സൊല്യൂഷൻ നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ഇപ്പൊ ചിലരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ആലോചിച്ചൊക്കെ എന്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരുന്നത്. ചിലപ്പോഴത്തേക്കും നിങ്ങൾ 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞ രാത്രി ഉറങ്ങി കാണുള്ളൂ. ചിലപ്പോൾ നിങ്ങളെ ഫുഡ് ഹാബിറ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിലുള്ള എന്തെങ്കിലും വേരിയേഷൻ വരെ ആയിരിക്കും. അതായത് വൈറ്റമിൻ ഡിയും ഒമേഗ 3 ഒന്നും നമുക്ക് ഫുഡിൽ വന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് വീണ്ടും ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഈ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും, ഉറക്കം വരും, മസിൽ പെയിൻ ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കണം. നമ്മളെ എന്താണ് തടയുന്നത്, നമ്മളെ പഠിക്കാൻ സമ്മതിക്കാത്ത കാര്യം എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് മാത്രമേ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. വേറെ ആർക്കും അത് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഫൈനലി സമയം 1 മണിയായിട്ടുണ്ട്. ആ 1 മണിയുടെ അലാറമാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. No, back. Okay, good boy. Sit. Wait. No. Wait. Okay, come. പിന്നെ എൻ്റെ പുന്നാര മോന് പാപ്പമൊക്കെ കൊടുത്ത് കുറച്ചേരം അവിടെ നിന്ന് ചുറ്റി തിരിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാപ്പം തിന്നാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ പാപ്പം വളരെ വളരെ ലൈറ്റാണ്. കണ്ടാൽ കുറേ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്തൊരു പിണ്ണാക്കുമില്ല. കാരണം ഉച്ച സമയമാണ്. കൂടുതൽ കഴിച്ചാൽ കൂടുതൽ നേരം നമ്മൾ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് കുറച്ച് ഫുഡ്, കുറേ നേരമുള്ള പഠനം, ഇതാണ് എൻ്റെ ലക്ഷ്യം.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടുപിടിക്കണമെന്ന്. എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ അപ്പം ഉറക്കം വരും. അപ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലും കനത്തിനുള്ള ജോലി ചെയ്യും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ശേഷം ഞാൻ എന്തെങ്കിലും ഇത്തിരി ശരീരം അനങ്ങുന്ന എന്തെങ്കിലും പണിയെടുക്കും. ആ സമയത്ത് എൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും, എൻ്റെ ഫുഡ് ഒന്ന് ദഹിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, എൻ്റെ ആ ഉറക്കം അങ്ങ് പോയി കിട്ടും. അപ്പോൾ വീണ്ടും എനിക്ക് വന്നിരുന്ന് പഠിക്കാനുള്ള എനർജി കിട്ടും. നമ്മൾ എന്ത് ചെയ്യണേണ ഫുഡ് കഴിച്ച ഉടനെ ഫോൺ എടുക്കുന്നു, അള്ള പടച്ചോനെ എന്നും പറഞ്ഞ് കട്ടിലേക്ക് മറിയുന്നു, പിന്നെ ജപ. അന്നത്തെ ദിവസത്തെ മോട്ടിവേഷൻ എല്ലാം അതോടുകൂടി കെട്ടണയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ലയൺ ക്രോണോ ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡ് എന്ന് പറയുന്നത് ശരീരമാണെങ്കിൽ ഉള്ള പണിയെടുക്കും എന്നും പറഞ്ഞ് ഞാൻ മുറ്റത്തിറങ്ങി കിളയ്ക്കുമെന്നല്ല, ഒരു മയത്തിന് ശരീരം അനക്കിയാൽ മതി. അല്ലാണ്ട് ചേച്ചി പറഞ്ഞ് ശരീരം അനക്കി പണിയെടുക്കണം ഉച്ചയ്ക്ക് ശേഷം എന്നും പറഞ്ഞ് കൊട്ട വെയിലത്ത് ഇറങ്ങി കിളയ്ക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒരു ബോഡി മൂവ്മെന്റ് അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് പഠിക്കാറില്ല, എനിക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ സ്ഥലം മാറ്റിയിരിക്കും. ചിലപ്പോൾ കട്ടിലിരുന്ന് പഠിക്കും, ടേബിളിൽ പോയിരുന്ന് പഠിക്കും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എൻ്റെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മീൽ പ്രപ്പിംഗ് ആണ്. അതായത് അച്ചുക്കുട്ടി ഓഫീസ് വിട്ട് വരുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. സോ ഞാനൊരു 150 ഗ്രാം ഓഫ് ചിക്കനൊക്കെ എടുത്തിട്ട് ചനാ ചാട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് മാത്രമേ ഞാൻ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഫോണിലും ഒരു സിനിമ ഇട്ടിട്ട് സൈഡിൽ എവിടെയെങ്കിലും വെച്ചേക്കും. അപ്പോഴത്തേക്കും ബോറടിക്കത്തില്ല, പെട്ടെന്ന് പണിയും തീരും, കാര്യവും നടക്കും, ഫോണിൽ കളിച്ചെന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആഹാ, മഴവിൽ അഴകിലിരിക്കുന്നത് കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഇനി ചിക്കൻ എയർ ഫ്രൈ ചെയ്തെടുക്കണം. കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു. ഇനി എല്ലാം കൂടെ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് പോയിരുന്ന് വീണ്ടും പഠിക്കാം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരു വിധം അണഞ്ഞ് ഒരു പടിതിയായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ അത്ര കഷ്ടപ്പാടുള്ള ഒരു സബ്ജക്റ്റ് കൊടുക്കുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതും എളുപ്പമുള്ള സബ്ജക്റ്റൊക്കെ എടുക്കാറുള്ളൂ. ഞാൻ മാത്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യണം, അല്ലെങ്കിൽ PYQ ചെയ്യാൻ നോക്കും. എന്തെങ്കിലും ആക്ടിവിറ്റി പരമായിട്ടുള്ള പരിപാടിയിലോട്ടൊക്കെ കടക്കാറുള്ളൂ. റിവിഷനൊക്കെ ചെയ്താൽ ഇരുന്ന് ഉറങ്ങിപ്പോവാറുണ്ട്. പിന്നെ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുത്താൽ ഓഫ് കോഴ്സ് ഞാൻ അവിടെ കിടന്നുറങ്ങും. ആ ഒരു ടൈമിൽ എന്നെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ചിലപ്പോൾ പല സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റ് നോക്കിയിട്ട് എന്നെ ഹാപ്പി ആക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണോ അത് ഞാൻ എടുത്ത് വെച്ച് പഠിക്കും. പിന്നെ ഞാൻ എന്നെ അത്രയ്ക്ക് കമ്പൽ ചെയ്യാറില്ല. ഇപ്പം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് അണഞ്ഞു, അപ്പോഴേ ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ പഠിക്കുന്നത് വേറൊരു സബ്ജക്റ്റ് ആയിരിക്കും. പിന്നെ ആ സബ്ജക്റ്റ് പിന്നെ പഠിക്കുന്നത് വേറെ എപ്പോഴെങ്കിലും ഓൺ ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ ആ സബ്ജക്റ്റ് പിന്നെ പഠിക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്. എന്നെ ഉറക്കുന്ന സബ്ജക്റ്റ് ഏതാണ്, എന്നെ ഉണർത്തുന്ന സബ്ജക്റ്റ് ഏതാണ്, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്കുണ്ട്. അപ്പോൾ വിചാരിക്കും ഞാൻ ഇന്നൊക്കെ കണ്ടുപിടിച്ചാണ്. അല്ല, ഞാൻ ഒരുപാട് കാലത്തെ ഒരു പ്രാക്ടീസിനിടയിലാണ് ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചെടുത്തത്. പിന്നെ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം എഴുതി വെക്കും. എന്തൊക്കെയാണ് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യണം, ഓവർ തിങ്കിങ് ആണോ, ഫോണിൽ കളിക്കാൻ ടെൻഡൻസി ആണോ, വിശപ്പാണോ, വേറെ എന്തെങ്കിലും തോട്ട്സ് ആണോ എന്നൊക്കെ ഞാൻ അപ്പം എഴുതി വെക്കും. അപ്പം അടുത്ത തവണ എനിക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് അത് സോൾവ് ആക്കാനുള്ള ഒരു ഇതും കൂടെ കിട്ടും. ഇനി കുട്ടിക്ക് കുളിക്കാൻ പോകാൻ സമയമായി. അപ്പം എണ്ണയൊക്കെ തേച്ച് തലയിലൊരു മസാജൊക്കെ ചെയ്ത് വെക്കണം. കാരണം കുറേ നേരം ബുദ്ധി പ്രവർത്തിച്ചതല്ലേ. അപ്പം നമ്മൾ കൊച്ചു മസാജൊക്കെ കൊടുക്കണം. ഒരു റിലാക്സേഷനും ആവും, ബ്ലഡ് സർക്കുലേഷനും കൂടും, ഹെയർ ഗ്രോത്തിനും അത് നല്ലതാണ്. പിന്നെ എൻ്റെ മിക്ക വീഡിയോസിലും കുറച്ച് കമൻസ് വരാറുണ്ട്, ഹെയർ കെയർ ടിപ്സ് പറയുമോ, ഹെയർ കെയർ എന്താണെന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് മുടിക്കിയായി. ഇനി ആ എണ്ണ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ പഠിക്കണം. നിങ്ങൾ കാണുന്നുണ്ടോ ഒരു കുഞ്ഞു സാധനം വന്ന് നിൽക്കുന്നത്? ഇവിടുത്തെ എൻ്റെ മെയിൻ എന്റർടൈനർ ആണ് ആ നിൽക്കുന്ന ആള്. ഇവൾ എന്നെ കാണുന്നത് ഇവളെ മാമിയായിട്ടല്ല, ഇവളുടെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയായിട്ടാണ് എന്നെ കാണുന്നത്. ഇടയ്ക്കൊക്കെ 2 ഡാൻസ് ഒക്കെ കളിച്ച് എന്നെ എൻ്റർടൈൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവള് വീട്ടിൽ നിൽക്കുന്ന ദിവസം, ഇവള് സ്കൂളിൽ പോകാത്ത ദിവസം എനിക്ക് വലിയ ബോറടി കാണാറില്ല. കാരണം ഇവളെ മണ്ടേ കയറുമ്പോൾ തന്നെ ഉള്ള ബോറടിയൊക്കെ മാറി കിട്ടും. ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾ അങ്ങ് സമപ്രായക്കാരെ പോലെ അങ്ങ് പെരുമാറും. ഇനിയിപ്പോൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യമൊന്നും വരത്തില്ല. ബിക്കോസ് ഷീസ് വെയിറ്റിംഗ് ഫോർ ഹെർ കുഞ്ഞുവാവ. അങ്ങനെ വീണ്ടും ഞാൻ പഠിത്തത്തിന്റെ ഘട്ടങ്ങളിലേക്ക് കടന്നു. ഈ സമയത്ത് ഞാൻ കൂടുതലും മലയാളം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ചാൻസ് വളരെ കുറവാണ്. കൂടുതലും മാത്സ്, മലയാളവും ഇംഗ്ലീഷും ആണ് ഈ സമയത്ത് വർക്ക് ചെയ്യാറ്. ഈ കൊണ്ടുവരുന്നത് ചോരയല്ല, ഹിബിസ്കസ് ടീ ആണ്, ചെമ്പരത്തി ചായ. ഞാൻ ഇങ്ങനത്തെ വെറൈറ്റി ടീ ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. ശംഖുപുഷ്പം, റോസാപ്പൂ, ചെമ്പരത്തി, അങ്ങനെ ഒരു കാട് ഇളകി വരുന്ന ഒരു അവസ്ഥയിലൊക്കെ ഞാൻ ചില സമയത്ത് വരാറുണ്ട്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പഠിക്കുകയാണോ, വർക്ക് ചെയ്യുകയാണോ, ടീച്ചറാണോ, എനിക്ക് എത്ര വയസ്സായി എന്നൊക്കെ. ഞാൻ പഠിക്കുകയാണ്, ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്, ഞാൻ ട്യൂഷൻ ടീച്ചറാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് PSC ആണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ PSC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ PSCയിൽ ഏത് ലെവലാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ലെവലും ട്രൈ ചെയ്യുന്നുണ്ട്, ഡിഗ്രി ലെവലും LGSും എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് 22 വയസ്സായി. വരണം മെയ് 27-ാം തീയതി എനിക്ക് 23 വയസ്സാവും. അങ്ങനെ എൻ്റെ ഒരു വിസ്തരിച്ചുള്ളൊരു കുളി കഴിഞ്ഞു. ആഹാ, സമാധാനമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുളിച്ച ശേഷം ഉറക്കം വരാറുണ്ടോ? എനിക്ക് ഈ കുളിച്ച ശേഷം ഉറക്കം വരാറുണ്ട്. സത്യത്തിൽ ഇപ്പം ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ടാണെന്ന്. പിന്നെ ഞാൻ ചൂടുവെള്ളം മാറ്റി തണുത്ത വെള്ളം ആക്കിയതിനു ശേഷം എനിക്ക് ഈ ഉറക്കം വരാറുണ്ട്.
നിങ്ങൾ എന്താണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ചേട്ടൻ വരാൻ സമയമായി. അതുകൊണ്ട് അവന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ ആദ്യമേ അങ്ങ് ഉണ്ടാക്കി വെച്ചു. ചനാച്ചാട്ടും ചിക്കൻ എയർ ഫ്രൈ ചെയ്തതും പിന്നെ ബ്ലാക്ക് കോഫിയുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ റുട്ടീനിലെ അവസാന ഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ആ കണ്ണാടിക്കുള്ളിലെ മനുഷ്യനെ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയല്ല, അതിനോടാണ് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പഠിച്ചു, ഇന്ന് എന്തൊക്കെ ചെയ്തു, ഇന്ന് എന്തൊക്കെയായിരുന്നു എൻ്റെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് എനിക്ക് നല്ലതും ചില സമയത്ത് എനിക്ക് അഴുക്കയാണ്. ഈ അഴുക്കെന്ന് ഞാൻ പറയാനുള്ള കാരണം ചില സമയത്ത് എന്നെ പഠിപ്പിക്കാൻ വരും, പക്ഷെ അത് അവസാനിക്കുന്നത് ഒരടിയിലായിരിക്കും. കാരണം ഞാൻ പഠിച്ചില്ല എന്ന് പറയുന്നതും എന്നെ വഴക്കു പറയുന്നതും ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുന്നതും എനിക്കിഷ്ടമല്ല. അത് എന്നോട് പറഞ്ഞാൽ എനിക്കപ്പം ദേഷ്യം വരും. പൊതുവേ നമുക്ക് നമ്മുടെ കുറ്റം കേൾക്കുന്നത് അത്ര ഇഷ്ടം. ഇത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് മണ്ടേ കയറാനും ഉള്ളൊരു ഞാൻ ഒരുപാട് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചത്. ഞാൻ ഇതുവരെ അങ്ങനെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെതായ പല മിസ്റ്റേക്സ് ഈ വീഡിയോസിൽ കാണും. മാത്രമല്ല പല കാര്യങ്ങളും സ്കിപ്പായി പോയിട്ടുണ്ട്. ടൈമർ ഇട്ടിട്ടില്ല. ടൈമർ ചില സമയത്ത് ഞാൻ ഇടാൻ മറന്നിട്ടുണ്ട്. ടൈമർ കാണിക്കാൻ മറന്നുപോയി. പിന്നെന്താ, ചില കാര്യങ്ങൾ വിട്ടുപോയി, ചില കാര്യങ്ങൾ എടുത്തു, ചില കാര്യങ്ങൾ എടുത്തു വന്നപ്പോൾ കൂടിപ്പോയി, സ്റ്റോറേജ് ഇഷ്യൂ വന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂ വന്നു. എന്നാലും ഞാനതൊക്കെ മേക്ക് ഓവർ ചെയ്ത് ഇടാൻ ശ്രമിക്കാം. എല്ലാം കൂടെ എനിക്കൊരു 10-10.5 മണിക്കൂർ വന്നു. പക്ഷേ ഈ 10 മണിക്കൂർ പഠിച്ചതും എനിക്ക് ഓർമ്മയില്ല. 10 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ പഠിച്ചതേ എനിക്ക് എഫക്റ്റീവ് ആയുള്ളൂ. ഈ 8 മണിക്കൂറിൽ ഈ ഒരു 5 മണിക്കൂറത്തെ കാര്യമേ എനിക്ക് ശരിക്കും എൻ്റെ തലയിൽ കയറി കാണുള്ളൂ. ഈ 5 മണിക്കൂറിൽ വേറെ 2 മണിക്കൂറുള്ള കാര്യമേ എനിക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഓർമ്മ കാണത്തുള്ളൂ. ഞാനൊക്കെ ഈ ത്രൂ ഔട്ട് ഇങ്ങനെ എനർജറ്റിക്, ഇങ്ങനെ ചില സമയത്ത് നമ്മളിങ്ങനെ അണഞ്ഞു പോകും. പക്ഷേ ഞാൻ ഈ ത്രൂ ഔട്ട് ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കാനുള്ള കാരണം ഫുഡ് ഇൻടേക്കും പിന്നെ അതിനനുസരിച്ചുള്ള പ്രോപ്പർ റെസ്റ്റും അതിൻ്റെ അതായ കാരണങ്ങളൊക്കെ കൊണ്ടാണ്. മറ്റുള്ള വീഡിയോ കണക്കല്ല, ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. മാത്രമല്ല ഞാൻ എടുത്ത വീഡിയോസിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് എടുത്ത വീഡിയോയും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തെടുത്ത വീഡിയോ ഇതാണ്. കാരണം അതായത് 3 മണിക്ക് ഞാൻ എണീറ്റ് പഠിച്ച് തുടങ്ങും. 3 മണിക്ക് എൻ്റെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും കൂടെ ഉണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചും കൂടെ ഞാൻ ടൈം എന്ത് ചെയ്യണം, കൊടുക്കണം. അതായത് ഇപ്പം രാവിലെ എണീറ്റ് തലേ ദിവസമേ ഞാൻ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഞാൻ കിടക്കാൻ. എൻ്റെ ഡ്രസ്സ് വരെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാൻ. അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ സമയം പോകും, ഭയങ്കര റഷായിപ്പോവും, ഭയങ്കര ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ പഠിക്കുന്നതും അതായത് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഓരോ സമയത്തും ക്യാമറ സെറ്റ് ചെയ്യണം. ചില സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാൻ മറന്നു, അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓടിപ്പോയി അത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ചില കാര്യങ്ങൾ ഫുൾ കംപ്ലീറ്റ് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, തുടങ്ങുന്ന വീഡിയോ എടുത്ത് പറ്റില്ല. അതായത് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് റെക്കോർഡ് ആയില്ലായിരുന്നു. ഫുഡ് കഴിക്കുന്ന 2-3 വീഡിയോസ് മിസ്സായി, അങ്ങനെ കുറേ വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട്. അത് ഈ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടുള്ളൊരിതാണ്. അപ്പം ഞാൻ ചിലവർ പറയാൻ കേട്ടിട്ടുണ്ട് അവർക്കൊന്നിനും സമയം കിട്ടണില്ല, ഇതാണെന്നൊക്കെ. സത്യത്തിൽ ഈ വീഡിയോസ്, ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, വീട്ടുകാരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ ജോലികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഫോണിൽ കളിക്കുന്നുണ്ട്, സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പ്ലസ് ഞാൻ 10 മണിക്കൂർ പഠിക്കുന്നുണ്ട്. എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണി ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോകുന്നുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഈ 24 മണിക്കൂറിനുള്ളിലാണ്. നമ്മളെ കയ്യിൽ 24 മണിക്കൂറുണ്ട്. ഇത് നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നതിലാണ് നമ്മളെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. ചിലവർ ഓക്കെ എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് പഠിക്കാൻ പോകണം, 9 to 5 ജോബാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഒരു ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പക്ക പെർഫെക്റ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. പിന്നെ ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്രയും ഈ ലൈഫ് എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചിങ്ങനെ പിടിച്ച് കെട്ടി കണക്ക് ജീവിക്കുന്നത്, എന്തിനാണ് ഒരു ഡിസിപ്ലിൻ? അത് അങ്ങനെ കടുംപിടുത്തം വെച്ച് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതിങ്ങനെ വരച്ച് ഗുണിച്ച് ഇങ്ങനെ വെക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഇതിൽ തന്നെ ആൻസർ ഉണ്ട്. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ഇതിൻ്റെ പേരാണ് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ഈ ഒരു ഡിസിപ്ലിനും കൺസിസ്റ്റൻസിക്കും കിട്ടുന്ന സുഖം നമുക്ക് വേറെ എന്ത് തന്നാലും കിട്ടത്തില്ല, അല്ലേ? ചില സമയത്ത് നമുക്കിപ്പോൾ ബ്രേക്ക് എടുക്കാൻ തോന്നുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇത് ഡെയിലി 10 മണിക്കൂർ പഠിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ 5 മണിക്കൂർ പഠിക്കും, ചിലപ്പോൾ 1 മണിക്കൂർ പഠിക്കും, ചിലപ്പോൾ ഞാൻ ദിവസം പഠിക്കത്തേ ഇല്ല. ചിലപ്പോൾ ഈ ഒരു 10 മണിക്കൂർ പഠിച്ചെന്ന് വെച്ചോ, 2 ദിവസം ഞാൻ പഠിച്ചില്ലെന്ന് വെച്ചോ, പകരം എനിക്ക് 10 മണിക്കൂർ യൂസ്ഫുൾ ആയി കാണും, അല്ലേ? അപ്പോൾ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കിരുന്ന് പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത എന്ത് തരം വീഡിയോ ആണ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ട് അത് ഷൂട്ട് ചെയ്തിടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ ആൻസർ ചെയ്യും. എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ പുതിയ വീഡിയോ ഇടാനൊരു പ്രചോദനം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.